കടലിലെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് 100-അംഗ ഹാർബർ റെസ്ക്യൂ സംഘം രൂപീകരിക്കും. 15 തുറമുഖങ്ങളിൽ രക്ഷാസംഘത്തെ വിന്യസിപ്പിക്കാനും തീരദേശ പട്രോളിംഗ് ശക്തമാക്കാനും സർക്കാർ തീരുമാനം. കടലിൽ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തര രക്ഷാപ്രവർത്തനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി സംസ്ഥാനത്തെ 15 തുറമുഖങ്ങളിൽ 100-അംഗ ഹാർബർ റെസ്ക്യൂ സംഘം രൂപീകരിക്കും. തീരദേശ പട്രോളിംഗും ശക്തമാക്കും. ഈ വർഷം കടലിൽ പോയ 30-ലധികം മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായാണ് ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെ കണക്ക്. അപകടങ്ങൾ തടയുന്നതിനും രക്ഷാപ്രവർത്തനത്തിനുള്ള തയ്യാറെടുപ്പ് മെച്ചപ്പെടുത്തുന്നതിനും സമുദ്ര മത്സ്യബന്ധന ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമാകും പെട്രോളിംഗ് സംഘം പ്രധാനമായും ശ്രദ്ധിക്കുക. ഏകദേശം 3 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 2 കോടി രൂപയ്ക്ക് സർക്കാർ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. അധിക ഫണ്ടിനായി പ്രത്യേക നിർദ്ദേശം സമർപ്പിക്കാനും ഫിഷറീസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിനെക്കുറിച്ച് പരിചയമുള്ള മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തിയാണ് ഹാർബർ റെസ്ക്യൂ സംഘം രൂപീകരിക്കുക. ഇവർക്ക് നേതൃത്വം നൽകാൻ കടൽ രക്ഷാപ്രവർത്തനത്തിൽ പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരുമുണ്ടാകും. കാലാവസ്ഥാ സാഹചര്യങ്ങളെക്കുറിച്ചും സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചും മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനും പെട്രോളിംഗ് ഉപയോഗപ്പെടുത്തും. കടലിൽ പോകുന്നതിന് മുൻപ് അധികൃതർ നൽകുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം നൽകും. തീരം വിടുന്നതിന് മുൻപ് ആവശ്യമായ രേഖകളും സുരക്ഷാ ഉപകരണങ്ങളും ബോട്ടുകളിൽ ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഫിഷറീസ് വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിയമപരമായ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ മാത്രമേ നടത്താവൂ എന്നും മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം.